ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഫ്രീ പീരീഡ് കിട്ടിയപ്പോൾ കോഴിത്തല കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പേപ്പർ കീറുന്നതും എഴുതുന്നതൊക്കെ ഞാൻ തന്നെയാണ്. കോഴിത്തലയ്ക്ക് കോഴിന്ന് എഴുതിയതിൻ്റെ ശേഷമാണ് എൻ്റെ ഒപ്പമുള്ളവർ പറഞ്ഞത് കോഴിത്തല വേണ്ട, കള്ളനും പോലീസും കളിക്കാമെന്ന്. ഞങ്ങളിവിടെ കള്ളനും പോലീസും എന്നാണ് ഈ കളിക്ക് പറയാൻ. നിങ്ങളവിടെ വേറെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ എഴുതിയത് കീറിയിട്ട് കള്ളനും പോലീസും കളിക്കാൻ വേറെ കീറാൻ തുടങ്ങി. അങ്ങനെ കള്ളനും പോലീസും രാജാവും രാജ്ഞിയും എഴുതി. ജിൻസി പറയുന്നത് രാജാവിന് കള്ളന് പോലീസ് കളിക്കുമ്പോ രാജാവിന് സെറ്റപ്പിന് എത്ര റേറ്റ്? പോലീസിന് ഇവിടെ 500 കൊടുക്കണുള്ളത്, രാജാവിന് സെറ്റപ്പിന് റാണിനെ കാട്ടിണ്ട്. റാണിനേക്കാളും പോയിന്റ് കൂടുതലാണ് സെറ്റപ്പിന്. രാജാക്കന്മാർക്ക് ഉണ്ടാവൂലേ എന്നാ പിന്നെ രാജാവ് കള്ളനും പോലീസ് രാജാവും പിന്നെ ബാക്കിയൊക്കെ രാജാവിന്റെ സെറ്റപ്പ് ആക്കിയാൽ മതിയല്ല. നിങ്ങളെ രാജാവിന് റാണിക്ക് സെറ്റപ്പ് ഉണ്ടാ? രാജാവിന് സെറ്റപ്പ് ഉള്ളതിനെ പറ്റിട്ട് ഫ്രണ്ട്സിക്ക് എന്താണ് പറയുന്നത്? രാജാവ് ജെന്യൂനാണ്, സെറ്റപ്പ് ആക്കൂല, പക്ഷെ കൊറേ ഭാര്യമാരുണ്ടാവും. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? യെസ് ഗൈസ്, നമ്മൾ കളിക്കാൻ പോവുകയാണ്. നമ്മളിവിടെ പോലീസും കള്ളനും കളിക്കാം. അല്ല, കള്ളനും പോലീസും. ഞങ്ങളിപ്പോ കള്ളനും സെറ്റപ്പാണ് കളിക്കാൻ പോകുന്നത്. ഇവിടെ പ്രിൻസി എഴുതുകയാണ്. വക്കീലുണ്ട്, എന്തൊരിത്, ഇങ്ങനെ ഉണ്ടോരിത്, അല്ലെങ്കിൽ തന്നെ ആകെ ഒരു ഇതായിട്ട് ഇരിക്കപ്പെടെ. വക്കീലുണ്ട്. രാജാവ് എന്തെങ്കിലും കേസ് പോയ വക്കീലുണ്ടാവില്ല. പക്ഷേ ഞങ്ങള് രാജഗുരുവിനെയാണ് കോടതിയിൽ വേലക്കാരനുണ്ട്. ഇവരാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ഇവരൊന്നും ഇന്ത്യയിലില്ലേ? കള്ളനുണ്ടാവും, പോലീസുണ്ടാവും, രാജാവുണ്ട്, മന്ത്രി, പട്ടാളുണ്ട്, കൈമത്ത് മാറിയ പിന്നെ തത്താന്ന് പറഞ്ഞ ഒരാളുണ്ട്. തത്താന്നുള്ളത് തത്ത, കൂട്ടിലുള്ള തത്ത. കള്ളനും പോലീസ് കളിക്കുമ്പോ രാജാവിന് സെറ്റപ്പ് ഉണ്ടോ? എന്ത് തേങ്ങയാണ് പറയുന്നേ? രാജാവിന് സെറ്റപ്പ് ഉണ്ടോ? സത്യത്തിൽ എന്താ പറയും? അതാണ് ജിൻസി പറഞ്ഞു. ജിൻസി എങ്ങനെ കളിക്കുമ്പോ രാജാവിന്റെ സെറ്റപ്പ് വെക്കലുണ്ട്, എഴുതി വെക്കലുണ്ട്. രാജ്ഞിനേക്കാളും കൂടുതൽ റേറ്റ് രാജാവിനാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഈ രാജ്ഞിയാണോ സെറ്റപ്പ്? നിങ്ങൾ പറയും സെറ്റപ്പ് ഉള്ളത് ജിൻസിനെ സപ്പോർട്ട് ചെയ്യാ, എന്നിട്ട് അതിന് കമന്റ് ഇടാ, ഞങ്ങളതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇടാ. നീണ്ട നേരത്തെ സംവാദം നിർത്തിവെച്ചിട്ട് ബാക്കിയുള്ളത് എഴുതി വെക്കാൻ തുടങ്ങി. ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞാലും ഞങ്ങളെ കളി കഴിയൂല. രാജാവ് 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 ഇങ്ങോട്ട് കളിക്കരി. രാജാവ് അതിന്റെ കയ്യ് മണക്കൂടെ അങ്ങോട്ട് എടി നോക്കിക്കോട്ടെ പ്രിൻസിയ. നീ ഉണ്ടായിരിക്കാനേ പ്രതീക്ഷിക്കാതെ കേട്ടോ ഓൻ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇത് കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ ഇത് കഴിച്ചിട്ട് ബാക്കി കളിക്കാമെന്ന് വിചാരിച്ച് കയ്യും നീട്ടി കുറേ നേരമായി ഞാൻ ഇറക്കണ്, പക്ഷെ ഒരൊറ്റ എണ്ണം തരുന്നില്ല. ഞങ്ങളെന്താ കളിക്കുന്നതിൽ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് തോന്നുന്നു. ആദ്യം തന്നെ ഞങ്ങൾ ഭയങ്കര എഴുതുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഭയങ്കര സംവാദത്തിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞൊന്ന് കളിക്കാൻ വേണ്ടി ഇട്ടപ്പോൾ അരവണയും വന്ന് സംതിങ് കുറേ നേരത്തെ ഇറക്കലിന് ശേഷം എനിക്ക് കിട്ടി ഗൈസ്.
സത്യം. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാനാണ് ഗൈസ് ഏറ്റവും ലാസ്റ്റ് എടുക്കുന്നത്. ഫസ്റ്റത്തെ കളിയിൽ ഞാൻ തന്നെ ലാസ്റ്റ് എടുത്ത്, രണ്ടാമത്തെ കളിയിൽ ഞാൻ തന്നെ ലാസ്റ്റ് എടുത്ത്. പക്ഷേ ലാസ്റ്റ് എടുത്തപ്പോഴാണ് എനിക്കൊരു ഗുണം മനസ്സിലായത്. ഫസ്റ്റത്തെ കളിയിലും രണ്ടാമത്തെ കളിയിലും എനിക്ക് കിട്ടിയത് രാജാവിനെയാണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഞാൻ എടുത്തുകൊണ്ട് ഞാൻ വല്ലാണ്ട് അലമ്പൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ നമ്മൾ കളിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിതിന് അനൗൺസ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ആദിനി. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു നിത. തേർഡ് പ്രൈസ് ഗോസ് ടു സുവർണ. ഫോർത്ത് ഗോസ് ടു വിനയ. സോറി കറപ്ഷൻ. ഫോർത്ത് വന്നിട്ട് പ്രിൻസിയാണ്. ഇല്ല, ഫോർത്ത് ഗോസ് ടു വിനയ. പിന്നെ അതിൻ്റെ അടുത്ത പ്രൈസ് 3 ആൾക്കാർ ഇതാക്കുന്നുണ്ട്. ഒന്ന് ബിൻഷ, ശ്രേയ, ജിൻസി. എന്താണ്? ആൻഡ് ലാസ്റ്റ് പ്രൈസ് ഗോസ് ടു ആദിത്യ. ഗൈസ് ഞങ്ങൾ അമ്പലത്തേക്ക് പോകും ചോറുണ്ണാൻ. യെസ്. പക്ഷെ ഞാൻ കൊണ്ടുവന്നിക്കണേ, ഞാൻ തിന്നുകാണ്ട് പോകും. യെസ്.